ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയുടെ തിരുസന്നിധിയിൽ ഇന്നത്തെ ദിവസത്തെ നമുക്ക് സമാധാനപൂർവ്വം സമർപ്പിക്കാം. ചെയ്തു തീർക്കാനുള്ള ഓരോ ജോലികളെയും ഈശോയുടെ തിരുമുമ്പിലേക്ക് നൽകാം. പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് ഈ ദിവസം നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. നമ്മുടെ ഓരോ പ്രാരാബ്ദങ്ങളെയും കൈകളിലെടുത്ത് ശക്തനായവന് ഇതും നല്ലതാക്കി തരാൻ കഴിയും എന്ന് നമുക്ക് ഏറ്റുപറയാം. കണ്ണുകൾ അടച്ച് കൈകൾ തുറന്നു വെച്ച് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. മനസ്സ് എപ്രകാരമാണോ അതുപോലെയായിരിക്കും മുഖം പ്രകാശിക്കുന്നത് എന്ന് പറയാറുണ്ട്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മുടെ വ്യക്തിത്വത്തിന്റെ കണ്ണാടികൾ തന്നെയാണ്. ശിരസ് മുതൽ പാദം വരെ ദൈവം നൽകിയ അദമ്യമായ സൗന്ദര്യത്തെയും നമ്മുടെ സ്കിന്നിൻ്റെ കളറിനെയും അതെന്തു തന്നെയായാലും നമുക്ക് മനസ്സിലെ നന്മ കൊണ്ട് നന്ദി കൊണ്ട് ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കാം. ശിരസിലെ ഓരോ തലമുടി ഇഴയും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അവിടത്തേക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്ന് നമ്മൾ അറിയുന്നു. നമ്മുടെ ശരീരത്തെക്കുറിച്ചോ നമ്മുടെ മുടിയെക്കുറിച്ചോ കളറിനെ കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. കാരുണ്യവാനായ ഈശോയെ, എൻ്റെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളെയും അസ്വസ്ഥതകളെയും എൻ്റെ ശരീരത്തെക്കുറിച്ചും തലമുടിയെക്കുറിച്ചും കളറിനെക്കുറിച്ചും ഒക്കെ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് കേട്ട മുറിവുകളെയും തെറിച്ച ചെളിവെള്ളങ്ങളെയും എല്ലാം നിന്റെ തിരുരക്തം കൊണ്ട് ഞാൻ കഴുകിക്കളയുകയാണ്. നീ എനിക്ക് ബഹുമാന്യനും അമൂല്യനും പ്രിയങ്കരനുമാണ് എന്ന് നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, നിനക്ക് പ്രിയപ്പെട്ടതൊന്നും അന്യമാവുകയില്ലെന്നും നശിച്ചു പോവുകയില്ലെന്ന് ഞാൻ അറിയുന്നു. കാരുണ്യവാനെ, വചനം മാംസമായവനെ, എൻ്റെ ജീവിതത്തിലെ ഈ ഒരു ദിവസത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ, എല്ലാത്തിനും നന്ദി പറയുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. ആമേൻ.